എല്ലാവർക്കും ഓരോരോ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ദൈവം നിങ്ങൾ ധാരാളമായി ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. സന്തോഷമുള്ളവരൊന്ന് ചിരിച്ച മുഖത്തോട് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവികം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും കടന്നു വന്നിരിക്കുന്ന ജനത്തിനും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനമായി നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ. He is Lord Almighty. He is a God of forever and ever. Hallelujah. Let us take our attention to Psalm 46. Hallelujah. നമ്മുടെ ഇന്ന് സങ്കീർത്തനം 46-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് വായിച്ചത്. സങ്കീർത്തനത്തിൽ തന്നെ ആദ്യങ്ങളെ തന്നെ കാണാം. ഇത് ഇടത്തിൽ കൊടുത്തിട്ടുണ്ട്. Hallelujah. അതിന്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെ തന്നെ വായിക്കുന്നത്, God is our refuge and strength and ever present help in trouble. Hallelujah. മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അതെ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി. അപ്പോൾ ദൈവം നമ്മുടെ എന്തുവാ? സങ്കേതവും ബലവും ആകുന്നു. എത്ര പേരെന്നോട് ചേർന്ന് പറയാൻ പറ്റും? ദൈവം എന്റെ സങ്കേതവും ബലമാകുന്നു. ഹല്ലേലൂയ. പറയാൻ പറ്റുമോ എന്നോട് ചേർന്ന്? മനുഷ്യർ എന്റെ ബലമോ സങ്കേതമല്ല, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ ചാർച്ചക്കാരല്ല, എൻ്റെ ബന്ധുമിത്രാദികളല്ല, പിന്നെയോ എന്നെ സൃഷ്ടിച്ച ആ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം എന്നും എൻ്റെ എന്തുവാ? റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് എന്ന ബൈബിൾ ഇംഗ്ലീഷ് വാക്കിൽ പറയുന്നത്. ഹല്ലേലൂയ. അവൻ എൻ്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അവൻ എൻ്റെ കോട്ടയാ, ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭൂമിയിൽ ഒരു എർത്ത് ഒക്കെ വരും. 1989 അർമേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു എർത്ത് ക്വിക്ക് അല്ലെ, ഭൂകമ്പം ഉണ്ടായി, എർത്ത് ക്വിക്ക് ഉണ്ടായി. അപ്പോൾ അവിടെ ഏകദേശം 25,000 ആൾക്കാർ ആ എർത്ത് ക്വിക്കിൽ മരിച്ചുപോയി അല്ലെ പ്രസന്റ്. അപ്പോൾ അവിടെ ഒരു എന്താ കെയോസിന്റെ ടൈമിലൊക്കെ എന്താ പറയുന്ന ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അന്ന് ആ പൈതല് സ്കൂളിൽ പോയിക്കുക. എവിടെ പോയിക്കുക? സ്കൂളിൽ പോയിക്കുക. അപ്പോൾ ആ പൈതൽ സ്കൂളിൽ പോയ സമയത്ത് ഇങ്ങനെ ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ചുറ്റുവട്ടം മുഴുവനും ആൾക്കാരെല്ലാം പാനിക്കായിരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഈ പിതാവ് ആ പൈതലിൻ്റെ സ്കൂളിൽ കടന്നു ചെന്ന ആ സ്കൂളിൻ്റെ അവിടെ ഈ പൈതലിനെ സെർച്ച് ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ പൈതലിനെ സെർച്ച് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, എന്തോ നടക്കുന്നത്, എന്തോ സംഭവിക്കുന്നത്, ഈ മനുഷ്യൻ ഇതാണോ, അതാണ് എന്തിനാ ഇപ്പോൾ ഈ മനുഷ്യൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യുവാനും മോക്ക് ചെയ്യുവാനും ഒക്കെ ഇടയായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇതിനൊന്നും വില കൽപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ മിഷന് തൻ്റെ മകനെ കണ്ടെത്തുക എന്നുള്ള ജോലി അദ്ദേഹം പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഏകദേശം മണിക്കൂറുകൾ ശേഷം ആ ശ്രമത്തിന് ഒടുവിൽ അതിൻ്റെ റിസൾട്ട് ലഭിക്കുവാനിടയായി. ആ പിതാവ് മകനോട് പറഞ്ഞു, ഈ പ്രകാരമാ മകനെ, ഞാൻ നിന്നോട് വാക്ക് ചെയ്തില്ലേ, ഞാൻ നിനക്ക് വേണ്ടി വരുമെന്ന്, നിന്റെ സകല കഷ്ടങ്ങളിൽ ഞാൻ വിടുവിക്കുമെന്ന്, നിന്റെ സകല കഷ്ടങ്ങളിൽ ഞാൻ നിന്നെ തുണയാകുമെന്ന് ആ പിതാവ് മകനോട് പറയുവാനിടേ. ഹല്ലേലൂയ. ഞാൻ ആ സ്റ്റോറി കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പിതാവാം ദൈവമായിട്ടാ. സകല കഷ്ടങ്ങളിലും അവൻ എനിക്ക് തുണയായ ദൈവമാ. മനുഷ്യർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ള മണ്ഡലങ്ങളുണ്ട്, മേഖലകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എത്താൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വർഗത്തിലെ ദൈവം മാത്രമെന്നുള്ള കാര്യം ഇന്ന് പകൽ നമ്മൾ മറന്നു പോകല. ഹല്ലേലൂയ. ഈ റെഫ്യൂജ് എന്ന് പറയുമ്പോൾ ഒരു ഷെൽട്ടറാണ്. ഒരു സ്റ്റോംസ് ഒക്കെ വരുമ്പോൾ ഒരു ഷെൽട്ടർ അല്ലേ. നമ്മളൊക്കെ കാറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ കാറ്റുകളൊക്കെ നമ്മൾ സൈക്ലോണൊക്കെ കടന്നു വരുമ്പോൾ, സൈക്ലോണോട്ടുള്ള കൊടുങ്കാറ്റുകളൊക്കെ നമ്മുടെ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഷെൽട്ടർ നോക്കും അല്ലേ, എങ്ങോട്ട് പോയി മാറാൻ പറ്റും, അങ്ങ് എങ്ങോട്ട് സേഫ് സ്ഥലമായി നമ്മൾ അന്വേഷിക്കും. അതിനെന്താ പറയുന്നത്? ഷെൽട്ടർ. സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് ആ കാറ്റിന് എന്തടിച്ചാലും എനിക്കൊരു പ്രശ്നം വരാത്ത രീതിയിൽ, എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഒരു ഷെൽട്ടർ നമ്മൾ ആദ്യം ഒന്ന് ഉറപ്പിക്കും
ഹല്ലേലൂയ. എന്ത് കാറ്റുകൾ അടിച്ചോട്ടെ, ആരും എതിരായി നിന്നോട്ടെ, ആരും എന്തും പറഞ്ഞോട്ടെ, ആരും എന്തും ചെയ്തോട്ടെ, ചെയ്യാത്ത കുറ്റത്തിനും നിങ്ങളെ അവർ ദോഷമായിട്ട് മുദ്രയിട്ടോട്ടെ, എന്തും സംഭവിച്ചോട്ടെ, ഇളക്കുന്ന കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചാലും ഇന്ന് പകൽ മറന്നു പോകല്, നമ്മുടെ യഹോവയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ എൻ്റെ സങ്കേതം കോട്ടയമാകുന്നു. ഹല്ലേലൂയ. അവൻ എൻ്റെ ബലമാകുന്നു. ഹല്ലേലൂയ. എത്ര വലിയ പ്രതിസന്ധികളുടെ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചാലും നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ദൈവശക്തിയുണ്ട്. ആ ശക്തി, ആ ദൈവത്തിന് ആദ്യ ശക്തി ഇന്നും എന്നെയും നമ്മളെയും നിങ്ങളെ ഓരോരുത്തരെയും താങ്ങി നിർത്തിയിരിക്കുന്നതിനായി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില കാറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹൈഡിങ് പ്ലേസ് ആവും. ഹല്ലേലൂയ. അല്ലേ? എല്ലാ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കൊണ്ടുവരുമോ? ഇല്ല. Some storms becomes a hiding place for each and every one in Jesus name. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഷെൽട്ടർ, റെഫ്യൂജ് ആരാ? നമ്മുടെ ദൈവമാണ്. അപ്പൊ ആരെ നമ്മൾ ആശ്രയിക്കേണ്ടത്? ദൈവത്തെ ആശ്രയിക്കേണ്ടത്. ആ മനുഷ്യന്റെ എതിരായി മനുഷ്യൻ നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ വരും. കാറ്റുകൾ എന്ന് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ഘോളത്തിൽ ആ കാറ്റുകൾ അടിക്കുന്നെന്ന് പറയുമ്പോൾ, നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ, നമ്മൾ ആരാധിക്കുന്നവരെങ്കിൽ, നമ്മൾ ദൈവവചനം പ്രസ്താവിക്കുന്നവരെങ്കിൽ, നമ്മൾ ഒരു ക്രിസ്ത്യാനിയെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ പൈതലെങ്കിൽ, നമുക്ക് എന്നും പ്രതികൂലത്തിന്റെ കാറ്റുകൾ, ഈ ലോകത്തിന്റെ രാജാവായി പൈശാച ശക്തിയായ ലൂസിഫർ, അവന്റെ സൈന്യം നമ്മുടെ എതിരായി അടിക്കപ്പെടും. ഹല്ലേലൂയ. അന്നേരം വീണു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ലോകത്തിലെ ദൈവദാസനെയോ ലോകത്തിലെ വ്യക്തികളെയോ ലോകത്തിലെ മനുഷ്യനല്ല. നീ ആശ്രയിക്കേണ്ടത്, മുട്ടുമടക്കേണ്ടത് ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ മനസ്സന്നില. ഹല്ലേലൂയ. കാരണം അവന്റെ തണലെങ്കിൽ അവൻ നമുക്ക് ഉറപ്പോട് നിബന്ധിക്കാൻ പറ്റുമോ? ഒരിക്കലും എത്ര വലിയ അനർത്ഥങ്ങളും ആപത്തുകളും കാറ്റുകളും തിരുമാലകളും അടിച്ചാലും എന്റെ ഷെൽട്ടർ സ്വർഗത്തിലെ ദൈവമെങ്കിൽ, ഞാൻ അവനിൽ ശരണം പ്രാപിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഒരു കാറ്റിനും എന്നെ ഇളക്കി കളയുവാനോ എന്നെ തകർത്ത് കളയുവാനോ യേശുവിന്റെ നാമത്തിൽ പറ്റുകയില്ല. എന്നെ കുലുക്കി കളയുവാൻ പറ്റുകയില്ല. ഒരു ദോഷങ്ങള്, ഒരു കൊടുങ്കാറ്റുകൾ എന്നെ തകർത്ത് കളയുവാൻ പറ്റുകയില്ല. കാരണം എന്റെ ഷെൽട്ടർ സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. ആ ഷെൽട്ടറിനെ നമ്മൾ ആശ്രയിക്കുന്നത്. പ്രൊവേർബ്സ് 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. The name of the Lord is strong a tower, the righteous run into it and are safe. ഒന്ന് വായിച്ചാട്ടെ. പ്രൊവേർബ്സ് അതിന്റെ 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. നീതിമാനോ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അപ്പൊ യഹോവയായ ദൈവത്തിന് എന്തോ സ്ട്രോങ് ടവർ അല്ലേ? ബലമുള്ള ഗോപുരം. അപ്പൊ ദൈവത്തിന്റെ ഇറ്റ്സ് ലൈക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രോങ് ടവർ അല്ലേ? എവിടെ സ്ട്രോങ് ടവർ ഉള്ളത്? ഇവിടെ ഒക്കെ നമ്മുടെ മധ്യയിലൊക്കെ നമുക്ക് കാണാൻ സ്ട്രോങ് ടവർ. പക്ഷേ നമുക്ക് ഈ സ്ട്രോങ് എത്ര വലിയ സ്ട്രോങ് ടവർ ആയാലും അത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടതാ, മനുഷ്യനാൽ അതിനെ ബിൽഡ് ചെയ്തതാ. പക്ഷെ ആ ടവറൊക്കെ പൊളിഞ്ഞു പോകുമ്പോൾ ദൈവം എന്ന ടവർ പൊളിഞ്ഞു പോകുകയില്ല. യേശുവിന്റെ നാമത്തില് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവം എന്ന ടവറിലാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ ആമേൻ, നമ്മളെ നമ്മളെ കുലുക്കി കളയുവാനോ നമ്മളെ തകർത്ത് കളയുവാൻ പറ്റുകയില്ല. യേശുവിന്റെ നാമത്തില് ലോകത്തിന്റെ ടവറുകളെ ശത്രുവിനെ ഇളക്കി കളയാമോ, മനുഷ്യർക്ക് ഇളക്കി കളയാമോ? പക്ഷെ എന്റെ ദൈവം എന്ന ടവർ എന്നും ഞാൻ ആശ്രയിക്കുന്നെങ്കിൽ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ഇളക്കി കളയുവാൻ ഒരു അന്ധകാര ശക്തിക്ക് പറ്റുകയില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ നമ്മൾ മറന്നു പോകില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ ഗോഡ് ഇസ് അവർ സ്ട്രെങ്ത് അല്ലേ? ആ ഒരു വാക്യത്തിൽ തന്നെ സംഗീതത്തിന്റെ 46-ന്റെ 1 തന്നെ 2 കാര്യങ്ങൾ പറയുന്നു. റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, 2 കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ദൈവം ഒരു റെഫ്യൂജ് മാത്രമല്ല, ഒരു ഷെൽട്ടർ മാത്രമല്ല, പിന്നെയോ എന്തുവാ? ഒരു സ്ട്രെങ്ത് കൂടെ അല്ലേ?
നമ്മുടെ സ്ട്രെങ്ത് പോകുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് ആരാ? ദൈവം അല്ലേ? പലപ്പോഴും നമ്മുടെ ആരോഗ്യം ശേഷിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമാ. കാരണം അറിയാമോ, വചനത്തിൽ ഇപ്രകാരം പറയുന്ന ആമേൻ, പാറയുടെ മേളിൽ ഭവനം പണിയപ്പെടുമ്പോൾ അതിന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. പാറയുടെ മേളിൽ നിൽക്കുന്നെങ്കിൽ, ക്രിസ്തു എന്ന പാറ എന്ന നമ്മ മേളിൽ നമ്മൾ നിൽക്കുന്നെങ്കിൽ അവിടെ ഒരു ഷെൽട്ടർ ഉണ്ട്, അവിടെ ഒരു റെഫ്യൂജ് ഉണ്ട്. അതിനെ കുലുക്കി കളയുവാൻ, ഇളക്കി കളയുവാൻ ആർക്കും പറ്റുകയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നീതിമാൻ എന്തോ ചെയ്യും? ദൈവം എന്ന സ്ട്രോങ് ടവറിലോട്ട് എന്തോ ചെയ്യും? ഓടിച്ചത് അല്ലെ? ആരെ ആശ്രയിക്കുന്ന? നീതിമാൻ അറിയാം. ഞാൻ നീതിമാൻ എന്ന് പറയുമ്പോൾ ദൈവത്താൽ തെരഞ്ഞ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് നീതിമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം പറഞ്ഞാൽ പോരാ, ദൈവത്താൽ ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. സ്നാനപ്പെടുമ്പോൾ തന്നെ സ്വർഗം പറയുന്ന ഒരു പദമുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. അതിനർത്ഥം ഒരു പാവമില്ലാത്തവന്, ഒരു കലങ്കമില്ലാത്തവന്, ലോകത്തിന്റെ ഒരു വിചാരമില്ലാത്തവന്, ലോകത്തിന് ഒരു ആഗ്രഹമില്ലാത്തവന് വിളിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതും വചനപ്രകാരം അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തികളെ പറയുന്നത് നീതിമാൻ. ഹല്ലേലൂയ. നീതിമാൻ. ലോകത്തിലെ മനുഷ്യൻ നമ്മൾ എടുക്കാം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ അറിയുന്നവരാ. ലോകത്തിലെ മനുഷ്യൻ കർത്താവിനെ അറിയാത്തവരാ. വ്യത്യാസം എന്തുവാ? നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ, നമ്മളെ കുറിച്ച് വേണ്ടാത്ത രീതികൾ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ദോഷമായ ശത്രു പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറന്നു പോകല്ല. നമ്മൾ ഇതുവരെ കുലുങ്ങാതിരിക്കുന്നെങ്കിൽ എന്തോന്ന് അറിയാമോ? നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെയാ. ഹല്ലേലൂയ. ആ സ്ട്രോങ് ടവർ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ? ആ സ്ട്രോങ് ടവർ എന്ത് സംഭവിച്ചാലും നമുക്കറിയാം, ഞാൻ എന്നെ ഓടിച്ചെല്ലുന്നത് എന്റെ പിതാവിന്റെ അടുത്താ. എന്നെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഞാൻ ഓടിച്ചെന്നത് ആദ്യം എന്തുവാ? പിതാവിന്റെ അടുത്ത. എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പിതാവിന്റെ അടുത്ത്, സംസാരിക്കണമെങ്കിൽ പിതാവിന്റെ അടുത്ത്. കാരണം എനിക്കറിയാം എന്നെ രക്ഷിച്ചെടുക്കുവാൻ ആ പിതാവിന് കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ എന്തൊരു പ്രതിസന്ധികൾ വന്നാലും, ആർക്കും എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ വന്നെങ്കിലും, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമാ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമാ. ആ മെച്ചാത് വിടുതലായി തന്നെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. കർത്താവ് ആരോടാ ഇത് പറയുന്നത് നമുക്കറിയാം. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത്, പൗലോസും ഷീലാസിന്റെ സമയത്താണ് പറയുന്നത്. ആമേൻ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ, ഇവിടുന്ന് രക്ഷിച്ചെടുക്കുവാൻ ആരുമില്ല എന്നുള്ള സഹായം അവരെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് കർത്താവ് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. ഈ കഷ്ടതയുടെ മതിലും എന്റെ കൃപ മതിന്ന്. ഹല്ലേലൂയ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അതായത് പ്രതിസന്ധിയിൽ കിടക്കുന്ന പൗലോസിനോട്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനോട് കർത്താവ് പറയുക, എന്റെ കൃപ മതി എന്ന്. എന്റെ കൃപയുണ്ടെങ്കിൽ ഇതൊന്നും നിന്നെ പിടിച്ചു കിട്ടത്തില്ല എന്ന്. മനസ്സിലായോ? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എന്റെ കൃപയുണ്ടെങ്കിൽ ഇതിനെ നിനക്ക് തരണം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. എന്റെ കൃപയുണ്ടെങ്കിൽ നിനക്ക് ഇതിനെ ജയിക്കാൻ പറ്റുമോ? എന്റെ കൃപയുണ്ടെങ്കിൽ നീ ഉറപ്പുള്ള പാറയിൽ നിൽക്കാൻ പറ്റുമോ? എന്റെ കൃപയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ, ഈ സിറ്റുവേഷനെ നീ തരണം തന്നെ ചെയ്യും. എന്റെ കൃപയുണ്ടെങ്കിൽ, എന്റെ ദയ ഉണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ നീ പാനിക്കായി പോകത്തില്ല. ഹല്ലേലൂയ.
എന്റെ കൃപ. അവൻ പൗലോസിനോടും ശീലാസിനോടും ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസും ശീലാസും പറയും. പൗലോസിന്റെ രണ്ടാം മിഷനറിയിലെ കൂടിയ ശീലാസ് അവന്റെ ആദ്യത്തെ ശുശ്രൂഷ തുടങ്ങിയില്ല. അതിന്റെ മുന്നേ കാരാഗ്രഹം. ശുശ്രൂഷ ആരംഭിക്കുന്നത് കാരാഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയ. പക്ഷെ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, എന്ത് കഷ്ടതകൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും my grace is sufficient for you in Jesus name. ഹല്ലേലൂയ. കൃപയുള്ളവനെ പ്രാർത്ഥിക്കുവാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നവരോട് കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. കൃപയുള്ളവൻ ആ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നിട്ടും ആരാധിക്കാൻ പറ്റുമോ? കൃപയുള്ളവൻ ആരാധിച്ചു തുടങ്ങുമോ? കൃപയുള്ളവൻ പ്രാർത്ഥിച്ചു തുടങ്ങുമോ? കാരണം അവനറിയാം, മാനുഷ്യമായി എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. പക്ഷെ ദൈവത്തിന് കൃപയാൽ ഞാൻ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിലാങ്കിൽ അവന് എന്റെ പരിചയം, അവൻ എന്റെ ഷെൽട്ടറും റെഫ്യൂജും എല്ലാം ആകില്ല. ആ കർത്താവിനെ ഞാൻ ആശ്രയിക്കുന്നെങ്കിൽ മാനുഷ്യമായി എനിക്ക് വേണ്ടി അടഞ്ഞിടക്കുന്ന വാതിലുകൾ, മാനുഷ്യമായി എനിക്ക് വേണ്ടി അടഞ്ഞിടക്കുന്ന വിധികള് യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി അവൻ തുറന്നു തന്നെ നിശ്ചയം. യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? മാനുഷ്യമായി കരങ്ങൾ ചലിക്കപ്പെടാൻ പറ്റാത്തടുത്ത് ഇന്ന് പകൽ സ്വർഗം പറയുന്നു, എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്, എന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്, എന്റെ കൃപ മതി. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, God is present in trouble. അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Though it waters road and form and the mountains quake with their surging. ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നാം ഭയപ്പെടുകയില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര വലിയ എർത്ത് ഉണ്ടായിക്കൊള്ളട്ടെ, മൗണ്ടൻ ഷേക്ക് ആയിക്കൊള്ളട്ടെ, ഇനി സമുദ്രത്തിൽ വീണായിക്കൊള്ളട്ടെ, സമുദ്രത്തിൽ അത് എന്താ പറയുന്നത്, അത് ഡൂബിയ സ്വർഗത്തിൽ ലൈക്ക് അത് സിങ്ക് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ കൂടെയുള്ള ദൈവം ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്നും വരികയില്ല യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സമുദ്രങ്ങൾ വെള്ളങ്ങൾ നീ എത്ര വലിയ അതിന്റെ വാക്യമുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ പറയുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ വെള്ളത്തിൽ കൂടെ ശ്രദ്ധിച്ചോണം. നീ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. യെസ്. ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് തീരുമാനങ്ങൾ, കാറ്റുകൾ വന്നാലും വെള്ളം നമ്മളെ ആ വെള്ളം കവിയുകയില്ല. അതിന്റെ അർത്ഥം നമ്മളെ ഒരു വിഷയത്തിൽ ഒരു പൈശാച ശക്തിക്ക് നമ്മളെ മുക്കിക്കളയുവാൻ പറ്റുകയില്ല എന്നാ. ഓ എല്ലാരും ശ്രദ്ധയോട് ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇങ്ങനെ ആമേൻ. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ, അതിന് നമ്മളെ മൂക്കി കളയുവാൻ പറ്റുകയില്ല. നിന്നെ മൂക്കി കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ആമേ കർത്താവ് ദൈവം പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെ കഴിഞ്ഞ നാളുകൾ മൂക്കി കളയേണ്ട ഒരു അനുഭവം വന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം തന്റെ കരത്തെ നീട്ടി ആമേൻ നിങ്ങളെ വിടുവിച്ചെങ്കിൽ ഇന്ന് പകൽ ആ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നു പോയാലും അതെന്നെ കവികയില്ല. ഹല്ലേലൂയ. നമുക്കൊരു വിശ്വാസമാണ്. അത് വിശ്വാസത്തിന്റെ പ്രവചന ശബ്ദമാ. വെള്ളത്തിന്റെ മേളിൽ ഞാൻ നടന്നു പോകുമ്പോഴും അതെന്നെ കവികയില്ല. ഹല്ലേലൂയ. തീയിൽ കൂടെ ഞാൻ നടന്നു പോയാലും അഗ്നി ജ്വാല എന്നെ ദഹിപ്പിക്കുകയില്ല. ഇതൊരു പ്രവചന ശബ്ദമാ, വിശ്വാസത്തിന്റെ പ്രവചന ശബ്ദമാ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റെടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ഓ റിബ ശല തലവ റംതല ഗലവ. ഹല്ലേലൂയ. വെള്ളത്തിന് നിന്നെ കവിയാൻ പറ്റുകയില്ല. എന്റെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവമേൻ ഒന്നിനും ഒരു പൈശാച ശക്തിക്ക് ജയിക്കുവാൻ പറ്റുകയില്ല. ഓ റിബ റതലവലവ റകലവ റവ ദിലവ. നിന്റെ പഠന ബന്ധത്തിലായിക്കൊള്ളട്ടെ, നിന്റെ ഭാവി ബന്ധത്തിലായിക്കൊള്ളട്ടെ, നിന്റെ ജോലി ബന്ധത്തിലായിക്കൊള്ളട്ടെ, നിന്റെ വെഡിങ്ങിന് റിലേറ്റഡ് ആയിക്കൊള്ളട്ടെ, എന്തു ശുശ്രൂഷയുടെ ബന്ധത്തിലായിക്കൊള്ളട്ടെ, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ഇതെന്നെ കവികയില്ല. കാരണം എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്നെ വിളിച്ചത് ലോകത്തിലെ മനുഷ്യനല്ല, എന്നെ വിളിച്ചത് എന്റെ സഹോദരന്മാരല്ല, എന്നെ വിളിച്ചത് ഇവിടെ ഇരിക്കുന്നവരല്ല, എന്നെ പേര് ചൊല്ലി വിളിച്ചത് എന്റെ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ നടക്കുമ്പോഴും അതെന്നെ കവികയില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. റബ ശലബ റബ്തല റംദല ഗലവ. എത്ര പേർക്ക് പ്രവചന ശബ്ദം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഇമാമിന് ഈ പ്രവചന വാക്യം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? പ്രവചന ശബ്ദം ഏറ്റെടുക്കണം. എത്ര വെള്ളം നിന്നെ കവിയാൻ വന്നാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പകൽ നീ അന്നത്തെ മുങ്ങിപ്പോകുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ചു കണ്ടാണ് കരകളടിച്ച് അത്തരങ്ങളെ തുറന്നു സ്വീകരിച്ചാട്ടെ. ഈ പ്രവചന ശബ്ദമെന്ന് സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ളവന്റെ നാമത്തില് നീ തീയിലായാലും അത് നിന്നെ വെന്തുകളയും. ആമേൻ. അതില് അത് ദഹിപ്പിക്കത്തില്ല, തീ ദഹിപ്പിക്കത്തില്ല എന്ന്. അതിന്റെ അർത്ഥം നാലാമതവന ഒരുവൻ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ സ്ട്രോങ് ടവറായ യേശു എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്തു വന്നാലും ഷീൽഡായി അവൻ നിൽക്കുമ്പോൾ ഇതൊന്നും എനിക്ക് ഭവിക്കുകയില്ല എന്ന് ഇന്ന് പകൽ ഡിക്ലെയർ ചെയ്താട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ ഷീൽഡെങ്കിൽ, കർത്താവിനെ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവമിന്റെ റെഫ്യൂജ് എങ്കിൽ, അവൻ ദൈവമെങ്കിൽ അവന് ഞാൻ ശരണം പ്രാപിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒന്നും എനിക്ക് അനർത്ഥം വരികയില്ല. ഹല്ലേലൂയ. നിന്റെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ വേണ്ടി തന്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പകൽ പറക്കുന്ന സ്ത്രത്തെയും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയും ഇതൊന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഇതൊന്നും നമുക്ക് ഭവിക്കുകയില്ല. എവിടെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനം 91 അതിന്റെ അർത്ഥം എന്തോന്നറിയാമോ? സ്ട്രോങ് ഷെൽട്ടറായ സ്ട്രോങ് ടവറായ ദൈവത്തെ ആരൊക്കെ ആശ്രയിക്കുന്നോ അവർക്ക് വേണ്ടിയുള്ള വാക്യങ്ങളായത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ നമ്മുടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകുക എന്റെ സ്വർഗം ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മധ്യയിൽ വസിക്കുന്നുണ്ട്. 4:7 തൊട്ടുള്ള വാക്യം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. 4:7 തൊട്ട് സങ്കീർത്തനം 46 4-7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ നീർന്നു വരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ ദിവസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കും. ദൈവമുണ്ടെങ്കിൽ അത് കുലുങ്ങിപ്പോകുമോ? കുലുങ്ങിപ്പോകുമോ? നമ്മുടെ ജീവിതം നമ്മൾ കുലുങ്ങി പോകുന്നെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യണം. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കുലുങ്ങി പോകുന്നെങ്കിൽ, അതിൽ നിരാശപ്പെട്ടു പോകുന്നെങ്കിൽ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ അല്ലേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ വേണമെങ്കിൽ, നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാത്ത സമയം ദൈവം നമുക്ക് സമയം തരത്തില്ല. നമ്മൾ സമയം കൊടുത്താൽ മാത്രമേ നമുക്ക് ദൈവം സമയം തരത്തുള്ളൂ അല്ലേ? ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് സമയം തരത്തില്ലേ? അല്ലേ? തരത്തില്ലേ? എല്ലാവരുടെ സമയം എനിക്ക് തരാറുണ്ട് അല്ലേ? ഞാനും എനിക്ക് സമയം തരും. അപ്പോൾ എന്താ? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കുന്നവനെ ഒരു നാളും കുലുക്കി കളയാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ അൺഷേക്കൻ ആയിരിക്കും. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. നമ്മൾ കുലുങ്ങി പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മൾ കുലുങ്ങി പോകാതെ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ താങ്ങിയോണ്ടാണ് നമ്മൾ കുലുങ്ങാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ നമ്മൾ കുലുങ്ങി താഴെ വീണ് പോകേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നത്. ഹല്ലേലൂയ. ഓ മൗണ്ടൻസുകളൊക്കെ നമ്മുടെ മുന്നിൽ വീണപ്പോഴും സമുദ്രത്തിൽ അടുക്കി വീണപ്പോഴും നമ്മൾ കുലുങ്ങാതെ നിൽക്കുന്നത് അവന്റെ ദയ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, അവന്റെ കൃപ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ഇന്നും നിന്നെ കുലുങ്ങാതെ, ഇന്നും നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷയുടെ മധ്യത്തിലായിക്കൊള്ളട്ടെ, ആരാധനയിലായിക്കൊള്ളട്ടെ, ദൈവ വിഷയമായിക്കൊള്ളട്ടെ, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലായിക്കൊള്ളട്ടെ, സ്പിരിച്വൽ ലൈഫിലായിക്കൊള്ളട്ടെ, നീ ഇന്നും കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. ആമേൻ. ഹല്ലേലൂയ. റിവറിനെ എന്തിനെ കാണിക്കുന്ന അറിയാമോ? ഈ റിവർ സമാധാനത്തെ കാണിക്കുന്നു. റിവർ എന്തിനെ കാണിക്കുന്നു? സമാധാനത്തെ കാണിക്കുന്നു. ആൻഡ് പ്രൊവിഷനത്തെ കാണിക്കുന്നു, അല്ലേ? Amen. God's spirit and presence. ഇതിനെ കാണിക്കുന്നത് ദൈവത്തിന് ഈ രണ്ട് കാര്യം, അതായത് സമാധാനത്തെ കാണിക്കുന്നു, പ്രൊവിഷൻസിനെ കാണിക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇത് കാണിക്കുന്നത് സ്പിരിറ്റ് ആൻഡ് പ്രസൻസിനെ കാണിക്കുന്നത്, അല്ലേ? എന്ത് സ്പിരിറ്റിനെ കാണിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു, ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. സമുദ്രം സമാധാനമാണ്. റിവർ ഈസ് എ പീസ്, അല്ലേ? ഈ അത് കണ്ടിട്ടുണ്ടോ? എങ്ങനെ സുഖമായിട്ട് ശാന്തമായിട്ട് അത് ഫ്ലോ ചെയ്യുന്നത്? ഹല്ലേലൂയ. നദിയോട് ചോദിച്ചാൽ, നദി നീ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇങ്ങനെ ശാന്തമായിട്ട് നീ ഫ്ലോ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോ നദി പറയും ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശാന്തമായിരിക്കും. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നീ ദൈവം ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകും, നമ്മൾ കലങ്ങി പതറിപ്പോകും. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ സമാധാനത്തോടെ ഫ്ലോ ചെയ്യുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ അത് ദൈവ സാന്നിധ്യം ഉള്ളതിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു, ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിലാണ്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ അറിയാമോ? ഈ റിവറിൻ്റെ റൂട്ട് തന്നെ നമ്മൾ പീസ്ഫുള്ളി ഫ്ലോ ചെയ്യണം. ഇത് പീസ്ഫുള്ളി ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തോ വേണം? നമുക്ക് ആരുടെ സാന്നിധ്യം വേണം? ദൈവത്തിന്റെ സാന്നിധ്യം വേണം. രണ്ട്, ആ ടവർ, ആ ദൈവം എന്ന ടവർ, സ്ട്രോങ് ടവറിനെ നമ്മൾ ആശ്രയിക്കണം. അങ്ങനെ ആ ദൈവത്തെ നമ്മൾ ഷീൽഡ് ആക്കുന്നെങ്കിൽ, ആർമർ ആക്കുന്നെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഫ്ലോ ചെയ്യാമെന്ന്. ഹല്ലേലൂയ. സമാധാനത്തോടെ ഫ്ലോ ചെയ്യാൻ നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരു ടെൻഷനുകൾ വരുമ്പോഴൊക്കെ നമുക്ക് പ്രയാസപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഇതിനൊന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചു കഴിയുമ്പോൾ നീ സമാധാനത്തോടെ നിന്റെ ജീവിതം നയിക്കപ്പെടും. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? ഏൽപ്പിക്കേണ്ടവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ശാന്തമായിട്ട് നിന്നെ ഓടിക്കും. ഹല്ലേലൂയ. ശാന്തമായിരിക്കും. ഹല്ലേലൂയ. ചുറ്റുമുള്ളതിനൊക്കെ ശാന്തമായിരിക്കും. ഈ പുഴ, ഈ റിവർ ഇത് ഫ്ലോ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും അറിയാമോ ഇവിടെ ഒരു പുഴ ഉണ്ടെന്നുള്ള കാര്യം? ഹല്ലേലൂയ. ഇവിടെ ഒരു നദി ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. കാരണം അത് ശാന്തതയോടെ അത് പോകുന്നത്, ആർക്കും പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, അതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിയിൽ കൂടെ അത് ശാന്തമായിട്ട് ഫ്ലോ ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്ന ആ പ്രകാരം അത് ഫ്ലോ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ശാന്തമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ഇനി ശാന്തമില്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരുമാല പോലെ നമ്മുടെ ഹൃദയങ്ങൾ വിഷമിച്ചു പോകുന്നെങ്കിൽ, അതിന് ഒരു പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവം എന്ന ടവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ ശാന്തമായിട്ട് ഫ്ലോ ചെയ്യുക തന്നെ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ അശാന്തിയുടെ ആത്മാവിനെ അവിടെ കടന്നു വരുവാൻ പറ്റുകയില്ല. എത്ര വലിയ കാറ്റുകൾ അതിനപ്പുറം കൂടെ ആത്മാവ് അടിച്ചാന്ന് പറഞ്ഞാലും, ആ റിവറിന്റെ മേളിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും, യേശുവിന്റെ നാമത്തെ റിവറിനെ അശാന്തമായിട്ട് പോവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും റിവറിനെ എത്ര വലിയ കാറ്റുകൾ അടിച്ചാലും, എത്ര വലിയ കാറ്റുകൾ ഇനി അതിന് മുന്നിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും, ആ റിവർ ഫ്ലോ ചെയ്യുന്നത് സമാധാനത്തോടെ. ആമേൻ. ഇന്ന് പകൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ അടിച്ചാൽ നീ സമാധാനത്തോടെ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സമാധാനമില്ലാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. തിരുമാലകൾ അടിക്കുന്നത് പോലെ ആമേൻ നമ്മുടെ ഹൃദയങ്ങൾ ചഞ്ചലമായി പോകുന്നു, നമ്മുടെ ഹൃദയങ്ങൾ വിഷമിച്ചു പോകുന്നെങ്കിൽ ഇന്ന് പകല് സ്വർഗം നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നിന്റെ ചില വിഷയങ്ങളുടെ മേൽ ഞാൻ ചില സമാധാനത്തിന്റെ കാറ്റുകളെ അടിച്ച് സമാധാനങ്ങളെ കാറ്റുകളെ അയച്ച് നിന്റെ ചില വിഷയങ്ങളുടെ മേൽ ഞാൻ അത് പീസ്ഫുള്ളി ആയിട്ട് അത് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ എന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവുള്ള ദൂതുകൾ വിളിച്ചു പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൂതുകളെ പ്രവചനങ്ങളും ഏറ്റെടുത്താട്ട് ഞാൻ പറയാതെ നിന്നെ ഒന്നും മുക്കുവാൻ അനുവദിക്കത്തില്ല. ഞാൻ പറയാതെ നിന്റെ എതിരായി ഒന്നും നിൽക്കത്തില്ല. ഞാൻ പറയാതെ നിന്നെ അഗ്നിജ്വാല നിന്നെ കവിയുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഓ, നീ കവിഞ്ഞു പോകാതെ, വെള്ളത്തിന് മുന്നിൽ മുങ്ങിപ്പോകാതെ, അഗ്നിജ്വാലയുടെ മുന്നിൽ ദഹിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ ചില വാക്കിന്റെ മുന്നിലാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, നമ്മുടെ പ്രാർത്ഥനയോട് അല്ല, നമ്മുടെ കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ട്. നിന്നെ വിഷയത്തില് നിന്നെ അഗ്നിജ്വാല ദഹിപ്പിക്കാതിരുന്നതാ. എല്ലാത്തിനും ചില ബൗണ്ടറീസ് കർത്താവ് വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തില് ഇങ്ങനെ തന്നെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചിലതിന്റെ മേളില് ബൗണ്ടറീസ് വെച്ചോണ്ട അതിന്റെ മേളില് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടും നീ കുലുങ്ങിപ്പോകാതെ നിൽക്കുന്നതാ. എത്ര പേർക്ക് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്നുണ്ട്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിഷയങ്ങൾ വന്നപ്പോഴും നീ അൺഷേക്കബിൾ ആയിരിക്കുന്നെങ്കിൽ അത് എന്റെ കൃപ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്താവ്, നമ്മുടെ കർത്താവ് ദൈവം നമ്മുടെ മധ്യയിൽ വസിക്കുന്നതുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം 38-39 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. അന്നത്തെ പറയുന്നത് ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട് വിൽ ഫ്ലോ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ശ്രദ്ധിച്ചോണം, പദം ശ്രദ്ധിച്ചോണം. എന്നെ വിശ്വസിക്കുന്നവന്റെ മുന്നിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി പോലെ ജീവജല നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഒരു നദി നീ ഒഴുകി, അത് ഇന്നും പറ്റാതെ കിടക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ആമേൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. മരുഭൂമിയില് ആർക്കും വെള്ളം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ അവിടെയും ഒരു നദി ദൈവം ഒരുക്കി കൊടുത്തു. ഓ അത് തലമുറകൾക്കും 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 ഈ ഭൂമി അവസാനിക്കുന്നവരെ അത് ഇന്നും പറ്റാതെ, ഹല്ലേലൂയ, ഇന്നും വറ്റാതെ, യേശുവിന്റെ നാമത്തിൽ ഇന്നും വറ്റാതെ അത് ഇന്നും അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആർക്ക് വേണ്ടി ആ നദി ഒഴുക്കി കൊടുക്കുക? വെള്ളം ഒരു വെള്ളം ചോദിച്ചപ്പോൾ നദിയെ ദൈവം കൊടുത്തതാ. ഇന്ന് പകൽ നീ വെള്ളം ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി നദി ദൈവം ഒരുക്കി തരുമോ? നീ എന്ത് ചോദിക്കുന്നു അതിനെക്കാട്ടി വലിയ ദൈവം ഒരുക്കി തരാൻ പോകുന്നതാ. അത് ഒരിക്കലും പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ചോദിച്ചത് വെള്ളത്തിനെങ്കിൽ നിനക്ക് ലഭിച്ചത് ഒരു സമുദ്രം. ഹല്ലേലൂയ. നിനക്ക് ലഭിച്ചത് ചില സമുദ്രങ്ങൾ. യേശുവിന്റെ നാമത്തിൽ ചോദിച്ചതിന് അപ്പുറമായി, നിധിച്ചതിന് അപ്പുറമായി എന്റെ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ആ കർത്താവ് ജീവൻ നദിയുള്ളത്. ഹല്ലേലൂയ. വചനം ജീവന നദിയാ. ആമേൻ. കർത്താവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഈ നദി ആമേൻ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഈ നദി കാണിക്കുന്നത് നമ്മളെ കാണിക്കുന്നത്, ഈ നദി വചനം എന്ന നദി നമ്മളിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നീ മുങ്ങിപ്പോകുവാൻ അനുവദിക്കത്തില്ല. ഈ നദിയെ ഒന്ന് വിശ്വസിക്കണം. ലോകത്തിലെ ഏത് നദിയെ നീ വിശ്വസിച്ചാലും ആമേൻ വിശ്വസിക്കാൻ പറ്റുകയില്ല. പക്ഷെ
ക്രിസ്തു എന്ന നദിയെ വിശ്വസിക്കുവാൻ തയ്യാറെങ്കിൽ നീ മുങ്ങു പോകത്തില്ല. ഹല്ലേലൂയ. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നദിയാ. അന്നേരം ചള്ളയില്ല, അതിനകത്ത് മാമേ ഒരു ചള്ള ഒരു കിച്ചടൊന്നുമില്ല. അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നദികൾ രണ്ടുണ്ട്. ഒന്ന് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അല്ലേ, രണ്ട് അഴുക്കുള്ളത് അല്ലേ. നമ്മുടെ ഖാഡി ബെസ്റ്റ് എക്സാമ്പിൾ. ഹല്ലേലൂയ. നമ്മുടെ ഖാഡി എടുത്തു പോയി കഴിഞ്ഞാൽ ജസൽ പാർക്കിലെ ഖാഡി, ഹല്ലേലൂയ, ഭയങ്കര അഴുക്ക്. അല്ലെങ്കിൽ ഉത്തരയിലെ ബീച്ച് എടുത്തോളാം, ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവ് എന്ന നദി ക്രിസ്റ്റൽ ക്ലിയർ. യേശുവിന്റെ നാമത്തിൽ ആ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്പെറന്റ്, ആർക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കാണാമെന്ന്. ഹല്ലേലൂയ. അന്നത്തെ ഒരു അഴുക്ക് കിട്ടത്തില്ല എന്ന്, അന്നത്തെ ഒരു പാപം കിട്ടത്തില്ല എന്ന്, അന്നത്തെ ഒന്നുമില്ല. അത് വെറും ശുദ്ധമായ ഹോളി ആയിട്ടുള്ള സമുദ്രമാണ്. ആമേൻ. അടുത്ത വാക്യം, അവസാനത്തെ കാര്യം, ഗോഡ് ഇസ് സുപ്രീം ഓവർ ഓൾ. ആമേൻ. ഒരു വാക്യം 8 11 സങ്കീർത്തനം 46 8 11 വാക്യം വായിച്ചിട്ട് അതിന്റെ വേറെ ഒരാൾ വെളിപ്പാട് പുസ്തകം 19 അധ്യായം 16 വാക്യവും എടുത്ത് വായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇന്ന് ശ്രദ്ധിച്ചോണം, നമ്മൾ മിണ്ടാതിരിക്കേണ്ട വിഷയം നമ്മൾ മിണ്ടാതിരുന്നോണം. ചില ചക്രങ്ങളെ ദൈവം മുക്കിക്കളഞ്ഞോളൂ. ഹല്ലേലൂയ, ആമേൻ. ആർക്കും ചക്രത്തെ ഓർക്കുമ്പോൾ നമുക്കറിയാം ഫറവോന്റെ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, മോശയുടെ ഇസ്രായേൽ മക്കളുടെ പിന്തുടർന്ന ഒരു ചക്രം, ഒരു വാഹനം യേശുവിന്റെ നാമത്തിൽ അത് പിന്തുടർന്നപ്പോൾ അവരെ പിടിക്കുമെന്ന് അവർ വിചാരിച്ചപ്പോൾ, അവരെ വിഴുങ്ങിക്കളയുമെന്ന് വിചാരിച്ചപ്പോൾ, ആമേൻ, അവർ മിണ്ടാതെ ദൈവം പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ ദൈവം ആരെന്ന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് നമ്മൾ മിണ്ടാതിരുന്നോണം. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തന്നെ ചെയ്യും. ദൈവം ആരെന്ന് വെളിപ്പെടണമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം. നമ്മൾ ആർക്കും മറുപടി കൊടുക്കാൻ പോകണ്ട. നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവര്, നമ്മളെ കുറിച്ച് വേണ്ടാത്ത അപവാദങ്ങൾ പറയുന്നവര് പറഞ്ഞോട്ടെ, അത് ആരുമായിക്കൊള്ളട്ടെ. അമ്മ സത്യം നമുക്കറിയാമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ദൈവം ആരെന്ന് ഇന്ന് പകൽ തിരിച്ചറിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കപ്പെടുമ്പോൾ തിരിച്ചറിയും ആമൻ ദൈവം ആരെന്നുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മൾ മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ദൈവം ആരെന്ന് അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ മിണ്ടാതിരിക്കേണ്ട വിഷയത്തെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പുറകെ വരുന്ന ചക്രത്തെ ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ പുറകെ വരുന്ന സൈന്യത്തെ ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. ഇന്ന് പകല ചില വിഷയത്തിന് മേൽ ദൈവം ചിലത് നോക്കാൻ പോകുക. ആമൻ. ചില വിഷയങ്ങൾ ദൈവം ഏറ്റുവരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് ആമൻ ഈ സഭയോട് ദൈവത്തിന്റെ ആലോചന ദൂതുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളുടെ മേലൊരു ചില വിഷയങ്ങളുണ്ടല്ലോ, ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിന്റെ മേൽ ഞാൻ അത് ഏറ്റിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് നോക്കിക്കൊള്ളാമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുന്നു. നീ ഭാരം ചുമക്കേണ്ടിയവനല്ല, നീ ഭാരം ചുമക്കേണ്ടിയവനല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ അതിനെ പോറ്റിക്കൊള്ളും. ഹല്ലേലൂയ. ഞാൻ അതിനെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിഷയത്തിന്റെ മേലെ പുറയിൽ ഇന്നും മുന്നോട്ട് യാത്ര ചെയ്തിട്ടും പുറയിൽ പിന്നെയും ആ പൈശാച ശക്തി പുറമോട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മളെ പാസ്റ്റിലോട്ട് അടുപ്പിക്കുന്നത്, പിന്നെയും പാസ്റ്റിന്റെ സംഭവം നമ്മൾ ഓർപ്പിക്കുന്ന പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ദൈവം നിന്റെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകല് ആ ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ദൈവം നോക്കാൻ പോകും. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം ആ വിഷയത്തിൽ ദൈവം വേണ്ടി കാര്യങ്ങൾ ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ ആമേൻ. ഞാൻ ഇന്ന് ഈ സങ്കീർത്തനത്തിൽ 46 ഒരിക്കലും പറയുന്നില്ല കഷ്ടങ്ങൾ വരത്തില്ല എന്ന്, കൊടും കാറ്റുകൾ അടിക്കത്തില്ല എന്ന്, പ്രതിസന്ധികൾ വരത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിന്റെ മധ്യയിൽ ഒരുവൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇറങ്ങി വരുമ്പോൾ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, ദൈവം ആ വിഷയത്തിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തന. ആമേൻ. ലോകം നമ്മുടെ മേൽ ഗീവപ്പ് ചെയ്താൽ എന്റെ സ്വർഗത്തിലെ ദൈവം ഗീവപ്പ് ചെയ്യത്തില്ല.
ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യൻ നമ്മുടെ മേൽ ഗീവ് അപ്പ് ചെയ്താലും, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ചാർച്ചക്കാര്, ബന്ധുമിത്ര, സഹോദരന്മാര്, സഹോദരികള് ആര് ഗീവ് അപ്പ് ചെയ്താലും, ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ, എന്റെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഗീവ് അപ്പ് ചെയ്യത്തില്ല. അത് മാത്രമല്ല, നമ്മളിൽ അവിശ്വസിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം വരും. ഹല്ലേലൂയ. ആ അപ്പൻ ആദ്യം പറഞ്ഞതുപോലെ, ആ അപ്പൻ തന്റെ മകന് വേണ്ടി വന്നതുപോലെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വരാൻ പോവുക. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. നമ്മളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. കാരണം ആ മകന് ആശ്രയിച്ചത് പിതാവിനെങ്കിൽ, ഇന്ന് പകൽ നമ്മളെ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ ലോകത്തിലെ വ്യക്തികൾ പറയുന്ന ഇതൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്ന, പക്ഷെ ഇല്ല മകനെ, ഞാൻ നിന്റെ മേൽ ഗീവ് അപ്പ് ചെയ്യുവാൻ തയ്യാറല്ല. ഞാൻ നിന്നെ കണ്ടെത്തി മടങ്ങി പോകുന്ന ദൈവം എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആമേന ഈ സങ്കീർത്തനത്തില്ല, ഇതൊരു വെറും ഒരു പോയറ്റിക് കംഫർട്ട് മാത്രമല്ല, ഇതൊരു ബാറ്റൽ ക്രൈ. ഹല്ലേലൂയ. ബാറ്റൽ ക്രൈ ഓഫ് ട്രസ്റ്റിനെ കുറിച്ച്, വിശ്വാസത്തിന്റെ ഒരു ബാറ്റൽ, നിലവിളി, കണ്ണുനീരിന്റെ ഒരു ബാറ്റലിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരിക്കലും ഞാൻ പറയുന്നില്ല ട്രബിൾ വരത്തില്ല എന്ന്, പക്ഷെ ആ ട്രബിളിന്റെ മധ്യയിൽ ദൈവം പറയുന്നു, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. God will come in Jesus name. അതിന് നമ്മൾ എത്ര വലിയ കാറ്റുകൾ വന്നോട്ടെ, എത്ര വലിയ എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, still we will stand peace in Jesus name. നമ്മൾ സമാധാനത്തോടെ നിൽക്കും. നമ്മൾ സമാധാനമോട് നമ്മൾ ഒഴുകും. ഹല്ലേലൂയ. നദി എന്ന ജോയില്, നദി എന്ന വ്യക്തികൾ, നദി എന്ന നമ്മൾ ഓരോരുത്തരും സമാധാനത്തോടെ ദിവസം ഒഴുകാൻ പോകുക. ഹല്ലേലൂയ. സമാധാനത്തോടെ ഒഴുകാൻ പോകുക. ആമേൻ. ചില വിഷയങ്ങൾ മേൽ സമാധാനത്തോടെ നീ ഒഴുകുക. നീ വിശ്രമിക്കുന്ന രീതിയിൽ, സമാധാനത്തോടെ ഒഴുകുന്ന രീതിയിൽ എന്റെ കരങ്ങൾ നിന്റെ മേൽ പ്രവർത്തിക്കുന്നുവെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ സമാധാനത്തോടെ ഒഴുകുന്ന നാളുകൾ നിന്റെ മുന്നിലുണ്ട്. നീ സമാധാനത്തോടെ ഒഴുകുന്ന നാളുകൾ മുന്നിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം ഈ പ്രവചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിന്റെ അവസാനത്തെ വാക്യം പറഞ്ഞ് നിർത്തുന്ന ഇങ്ങനെ, the God Almighty is with us, the God of Jacob is our fortress in Jesus name. earthquakes വന്നോണ്ട്, അല്ലെങ്കിൽ ഈ ഭയം നമ്മളെ ത്രെട്ട് ചെയ്തോണ്ട് എന്ത് സംഭവിച്ചാലും മറന്നു പോകല്ല, യാക്കോബിന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവമല്ല, നമ്മൾ പറയണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എല്ലാവരും ചേർന്ന് പറയാം, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധികൾ വന്നാലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. നീമുള്ള നാളുകള് സമാധാനത്തിന്റെ ഒഴുക്കിന്റെ നാളുകള്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കുടുംബത്തിന് മേലില്, ആമേൻ, ആലയത്തിന് മേലില്, നിങ്ങളുടെ ഭാവിയുടെ ബന്ധത്തിന് മേലില്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബന്ധത്തില്, നിങ്ങളുടെ തലമുറയുടെ ബന്ധത്തില്, ആമേൻ, ശുശ്രൂഷയുടെ ബന്ധത്തില്, യേശുവിന്റെ നാമത്തിൽ നീ ശാന്തമായിട്ട് ഫ്ലോ ചെയ്യുന്ന നാളുകൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സമാധാനത്തോടെ ഒഴുകുവാൻ ഇന്നുകൊണ്ട് പ്രാർത്ഥിച്ചോണം. കർത്താവേ, എനിക്ക് സമാധാനത്തോടെ ഒഴുകണം. ഹല്ലേലൂയ. എന്റെ ഒഴുക്ക് സമാധാനത്തോടെ ആയിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷ്യം പറയുവാനുള്ള തുടർന്നുള്ള സമയം, സാക്ഷ്യത്തിനുള്ള സമയം, അതിനുശേഷം വിഭിന്ന അച്ഛനോ മുന്നോട്ട് കടന്നു വന്ന വചനം ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.